ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ശിവപുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന രാമേശ്വര ജ്യോതിർലിംഗത്തിൻ്റെ ഉത്ഭവത്തെ പറ്റിയാണ് പറയുന്നത്. എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കണം. ത്രേതായുഗത്തിൽ ഭഗവാൻ വിഷ്ണു ശ്രീരാമനായി അവതരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വനവാസകാലത്തിലൊരിക്കൽ സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ടുപോയി. ഇതറിഞ്ഞ ശ്രീരാമൻ സുഗ്രീവന്റെ നേതൃത്വത്തിൽ വാനരപ്പടയോടൊപ്പം സമുദ്രതീരത്ത് എത്തിച്ചേരുന്നു. പക്ഷേ വിശാലമായ ആ സമുദ്രം കടക്കുക അസാധ്യമായിരുന്നതിനാൽ ശ്രീരാമൻ ഇങ്ങനെ ചിന്തിച്ചു: എങ്ങനെയാണ് ഈ സമുദ്രതീരം തരണം ചെയ്യുക? രാവണനെ എങ്ങനെയാണ് ജയിക്കുവാൻ കഴിയുക? അപ്പോഴേക്കും ശ്രീരാമന് ദാഹം തോന്നുന്നു. അതറിഞ്ഞ് വാനരന്മാർ മധുരമുള്ള ജലം കൊണ്ടുവന്നു കൊടുത്തു. ശ്രീരാമൻ സന്തോഷവാനായി ആ വെള്ളം കുടിക്കുവാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഭഗവാൻ ശിവന്റെ സ്മരണയുണ്ടാകുന്നു. ഭഗവാൻ പരമേശ്വരനെ ഞാൻ ഇതേവരെ സ്മരിച്ചില്ലല്ലോ എന്ന ചിന്തയോടുകൂടി ശ്രീരാമൻ വെള്ളം താഴെ വെച്ചതിനു ശേഷം ശിവപൂജ നടത്തി ശിവനെ ഭക്തിപൂർവം ആദരിച്ചു. നാമജപങ്ങൾ ഭഗവാനെ പ്രസന്നനാക്കി. മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ശ്രീരാമൻ ഭക്തിപൂർവം ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഉത്തമ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്ന അല്ലയോ മഹേശ്വര, അങ്ങന്റെ സ്വാമിയും ഞാൻ അങ്ങയുടെ ദാസനുമാണ്. അങ്ങയുടെ അനുഗ്രഹത്താൽ മാത്രമേ എൻ്റെ കാര്യം സാധ്യമാവുകയുള്ളൂ. രാവണൻ ദുർജയനാണ്, പോരെങ്കിൽ അങ്ങയുടെ ഭക്തനും. അങ്ങ് നൽകിയ വരബലത്താൽ അവൻ മഹാ അഹങ്കാരിയായി മാറിയിരിക്കുകയാണ്. അതിനാൽ അവിടുത്തെ സഹായമില്ലാതെ എൻ്റെ കാര്യം സാധിക്കുക എന്നുള്ളത് വളരെയധികം പ്രയാസകരമാണ്. ശ്രീരാമൻ ഇപ്രകാരം ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. ജയ ജയ ശങ്കര, ജയ ജയ ശിവ എന്ന് ഉറക്കെ സ്തുതിച്ചുകൊണ്ട് ഭഗവാനെ നമസ്കരിച്ചു. പിന്നീട് മന്ത്രജപത്തിലും ധ്യാനത്തിലും വ്യാപൃതനായി. അതിനുശേഷം മഹാദേവന്റെ മുമ്പിൽ ശ്രീരാമൻ നൃത്തം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ശങ്കരൻ അദ്ദേഹത്തിൽ വളരെയധികം പ്രസന്നനായി. തുടർന്ന് ജ്യോതിർലിംഗനായ ശിവൻ പാർവതീദേവിയോടും തൻ്റെ പാർഷദന്മാരോടുമൊപ്പം നിർമ്മല രൂപം ധരിച്ച് അവിടെ പ്രത്യക്ഷപ്പെട്ടു. ശ്രീരാമ, അവിടുത്തേക്ക് മംഗളം ഭവിക്കട്ടെ. അങ്ങയുടെ പ്രാർത്ഥനയിൽ നാം അതീവ സന്തുഷ്ടനായിരിക്കുന്നു. വരം ചോദിച്ചു കൊള്ളുക. ഭഗവാൻ ശിവനെ ദർശിച്ച മാത്രയിൽ തന്നെ അവിടെ ഉണ്ടായിരുന്നവർ എല്ലാവരും തന്നെ പരിശുദ്ധരായി ഭവിച്ചു. അപ്പോൾ ഭഗവാൻ ശ്രീരാമൻ ശിവനെ പൂജിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു: ഭഗവാനെ സദാശിവ, ലങ്കയിൽ രാവണനുമായി ഉണ്ടാകുന്ന യുദ്ധത്തിൽ എനിക്ക് വിജയം ഉണ്ടാകുന്നതിന് എന്നെ അനുഗ്രഹിക്കണം. അപ്പോൾ മഹാദേവൻ ഇങ്ങനെ അരുളി ചെയ്തു: മഹാരാജാവേ, അങ്ങയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ഇപ്രകാരം മഹാദേവൻ ശ്രീരാമനെ അനുഗ്രഹിക്കുന്നു. ശങ്കരൻ നൽകിയ വിജയസൂചകവും യുദ്ധത്തിനുള്ള അനുമതിയും ലഭിച്ച ശ്രീരാമൻ മഹാദേവനെ വണങ്ങിയതിനു ശേഷം വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഭഗവാനെ, അവിടുന്ന് എന്നിൽ സന്തുഷ്ടനാണ് എങ്കിൽ ലോകവാസികളെ പരിശുദ്ധരാക്കുന്നതിനും മറ്റുള്ളവരുടെ നന്മയ്ക്കും വേണ്ടി എക്കാലവും അങ്ങ് ഇവിടെ വസിക്കണം. അങ്ങനെ ശ്രീരാമന്റെ അപേക്ഷ പ്രകാരം ശിവൻ അവിടെ ജ്യോതിർലിംഗ രൂപത്തിൽ പ്രതിഷ്ഠിതനായി. അതോടെ ത്രിലോകങ്ങളിലും രാമേശ്വരൻ എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധനായി. ഭഗവാൻ ശങ്കരന്റെ അനുഗ്രഹത്താൽ മറുകര കാണാത്ത സമുദ്രം നിഷ്പ്രയാസം കടന്ന് ശ്രീരാമൻ രാവണൻ തുടങ്ങിയ രാക്ഷസന്മാരെ വധിച്ച് സീതാദേവിയെ വീണ്ടെടുത്തു. അന്നു മുതൽ ഭൂമിയിൽ രാമേശ്വരന്റെ അത്ഭുത മാഹാത്മ്യം പ്രചരിപ്പിക്കുകയും ചെയ്തു. ഭഗവാൻ രാമേശ്വരൻ എക്കാലവും ഭോഗവും മോക്ഷവും നൽകുന്നവനും ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നവനുമാണ്. ദിവ്യമായ ഗംഗാജലം കൊണ്ട് രാമേശ്വരനായ മഹാദേവനെ ഭക്തിപൂർവം അഭിഷേകം നടത്തുന്നവർ തീർച്ചയായും മോക്ഷം
പ്രാപിക്കുന്നവരാണ്. ഹരേ കൃഷ്ണ. ഇപ്രകാരമാണ് ശിവപുരാണത്തിൽ രാമേശ്വര ജ്യോതിർലിംഗത്തിൻ്റെ മഹാത്മ്യത്തെപ്പറ്റി വർണ്ണിച്ചിരിക്കുന്നത്. ഇപ്രകാരമാണ് രാമേശ്വരത്ത് ജ്യോതിർലിംഗ രൂപത്തിൽ ഭഗവാൻ മഹാദേവൻ വാണരുളിയത്. ഈ ഭാഗങ്ങൾ വളരെ വിശദമായി നമ്മൾ മുമ്പ് രാമായണം പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു. ഭഗവാൻ ശങ്കരൻ്റെ ഭക്തനായിരുന്ന രാവണനെ നിഗ്രഹിക്കുന്നതിനായി മഹാദേവന്റെ അനുഗ്രഹം നിശ്ചയമായും വേണം എന്നുള്ളത് സാക്ഷാൽ വൈകുണ്ഠപതിയായ ശ്രീഹരിയുടെ മനുഷ്യാവതാരമായ ശ്രീരാമചന്ദ്രന് വളരെയധികം ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ശ്രീ പരമേശ്വരനെ അവിടെ ധ്യാനിച്ച് പ്രത്യക്ഷനാക്കിയതും വരം മേടിച്ചതും. ശ്രീരാമചന്ദ്രൻ പൂർണ്ണമായ മനുഷ്യരൂപത്തിലുള്ള ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരമാണ്. അദ്ദേഹം ഒരു മനുഷ്യന് എന്തൊക്കെ സാധിക്കുമോ അത് മാത്രമാണ് നമ്മുടെ മുമ്പിൽ ചെയ്തു കാണിച്ചു തന്നത്. ഒരു യുദ്ധം പോലും ധാരാളം ആളുകളുടെ സഹായത്താലാണ് അദ്ദേഹം ചെയ്തത്. അതല്ലാതെ അദ്ദേഹം യാതൊരു വിധത്തിലുള്ള അമാനുഷിക പ്രവർത്തനങ്ങളും കാണിച്ചിരുന്നില്ല. ഒരു മനുഷ്യൻ്റെ സകലവിധ ദുഃഖങ്ങളും സങ്കടങ്ങളും ചാബല്യങ്ങളും ഒക്കെ പേറിക്കൊണ്ടാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നമ്മുടെ മുമ്പിൽ ജീവിച്ചു കാണിച്ചു തന്നിട്ടുള്ളത്. ഭഗവാൻ ശ്രീകൃഷ്ണനാകട്ടെ അത്ഭുത പ്രവർത്തനങ്ങൾ കാണിച്ചിരുന്നു. പക്ഷേ ശ്രീരാമചന്ദ്രൻ അങ്ങനെ ഒന്നും തന്നെ കാണിച്ചിരുന്നില്ല. ഒരു യുദ്ധം ജയിക്കുന്നതിന് പോലും കുരങ്ങന്മാരുടെ സഹായം വരെ അദ്ദേഹം സ്വീകരിച്ചു. ഒരു തരത്തിലുള്ള സന്തോഷങ്ങളും തൻ്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒറ്റ നിമിഷം കൊണ്ടാണ്, ഒറ്റ രാത്രി കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തകിടം മറിഞ്ഞത്. തനിക്ക് ഉണ്ടായിരുന്ന സകല സ്വത്തുക്കളും സകല ബന്ധുജനങ്ങളെയും ഒറ്റ നിമിഷം കൊണ്ട് അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയായിരുന്നു. എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം വനവാസത്തിന് പോകുന്നത്. തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തൊന്നിരിക്കുവാൻ പോലുമുള്ള ഭാഗ്യം ശ്രീരാമചന്ദ്രന് ലഭിച്ചില്ല. ലക്ഷ്മണനും അതുതന്നെയാണ് സംഭവിച്ചത്. വിവാഹം കഴിച്ചിട്ട് അധിക കാലമാകുന്നതിന് മുമ്പ് തന്നെ തൻ്റെ പത്നിയായ ഊർമിളയെ സ്വഗൃഹത്തിൽ നിർത്തിയിട്ട് ജ്യേഷ്ഠനോടൊപ്പം പോവുകയാണ് ലക്ഷ്മണനും ചെയ്തത്. സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞ ജീവിതത്തിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരുന്ന സീതാദേവി ഒരു രാജ്യത്തിൻ്റെ രാജകുമാരനെ വിവാഹം കഴിച്ചിട്ട് അധിക നാളുപോലും സന്തോഷമായി ജീവിച്ചിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. തിരിച്ച് രാജ്യം നേടിയതിനു ശേഷം പോലും യാതൊരു വിധത്തിലുള്ള സമാധാനമോ ഒന്നും തന്നെ സ്വന്തം ജീവിതത്തിൽ ശ്രീരാമചന്ദ്രനോ സീതാദേവിക്കോ എന്തിന് ലക്ഷ്മണന് പോലുമോ അനുഭവിക്കാൻ സാധിച്ചിരുന്നില്ല എന്നും നമ്മൾ ഓർക്കണം. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി സ്വജീവിതം പോലും ഉപേക്ഷിച്ച ഒരു നല്ല ഭരണാധികാരിയായിരുന്നു ശ്രീരാമചന്ദ്രൻ എന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം. അങ്ങനെ ആയിരിക്കണം ഒരു ഭരണാധികാരി എന്ന് നമ്മളെ കാണിച്ചു തന്ന ആളാണ് ശ്രീരാമചന്ദ്രൻ. സീതാദേവിയുടെ ത്യാഗത്തിൻ്റെ കഥ വളരെ വളരെ മഹത്തരമാണ്. ലോകത്ത് സീതാദേവിക്കല്ലാതെ മറ്റാർക്കും ശ്രീരാമചന്ദ്രനെ ഇത്രത്തോളം മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല എന്നും നമുക്ക് രാമായണം വളരെ വിശദമായി പഠിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ്. ഇക്കാര്യങ്ങളൊക്കെ പ്രത്യേകമായി ഓർക്കുക. എല്ലാവരും നാമം ജപിക്കുക. നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം? ഭഗവാൻ ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും ഓർക്കുക. അപ്പോൾ നമുക്ക് വളരെയധികം ആശ്വാസമുണ്ടാകും. കാരണം നമ്മളെക്കാളൊക്കെ ആയിരം മടങ്ങ് ദുഃഖമാണ് ഭഗവാനും ദേവിയും അനുഭവിച്ചത് എന്നോർക്കുമ്പോൾ നമ്മുടെ ഈ ദുഃഖങ്ങളൊക്കെ എത്ര ചെറുതാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. കർമ്മഫലങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും അനുഭവിച്ചേ മതിയാകൂ എന്ന് വിശ്വസിക്കുക. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളൊക്കെ കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് വിശ്വസിക്കുക. കൂടുതൽ ദുഷ്ടപ്രവർത്തികളൊന്നും ചെയ്യാതെ ഭഗവാനെ ഭജിച്ച് ഇനിയുള്ള കാലം സന്തോഷമായി ജീവിക്കുവാനുള്ള മാർഗം അതുമാത്രമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നിരന്തരം നാമം ജപിക്കുക. മോക്ഷത്തിലേക്ക് എത്തുന്നതിനായി ഭഗവാനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും
എല്ലാ ആപത്ഘട്ടങ്ങളിലും ഒരു ഭക്തനെ ഭഗവാൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.